ഉണ്ടോ? എന്നാ അറ്റ്മോസ്ഫിയർ ആണേ. ഇങ്ങനെ തേയിലത്തോട്ടം കണ്ടിട്ടില്ലല്ലോ. ഇത് വേറെ ലെവലായിട്ടുണ്ട്. എടാ ഈ പാസ് എടുക്കണമെങ്കിലേ ഇതുപോലെ ഇന്റർനെറ്റ് ഇല്ല. പൊള്ളാച്ചിക്ക് പോന്നോ അപ്പൊ ഇന്ന്? 1.5 മണിക്കൂർ ഉണ്ടാവുന്നു പൊള്ളാച്ചിയിലേക്ക് മാത്രം. Wow, look at this view. അടിപൊളിയല്ലേ? പലയിടത്തൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, പക്ഷെങ്കിൽ ഇങ്ങനൊരു വ്യൂ ഭയങ്കര കുറവാണ് കിട്ടുന്നത്. നടുക്കൂടെ, തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടുള്ള റോഡ്, മേളിലും താഴെയും തേയില. വാവ്. നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഏകദേശം വാൽപ്പാറ എത്താറായി, എന്നുവെച്ചാൽ ആക്ച്വൽ ടൗൺ. കയറണം. അതിൻ്റെ മുമ്പേ ചെക്ക് പോസ്റ്റ് കാണണം. നമ്മളങ്ങനെ വാൽപ്പാറയ്ക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹെയർ പിന്നാന്ന് തോന്നുന്നു. 25 kilometers more. We are there at വാൽപ്പാറ. നല്ല ലോങ് ആയിരുന്നു കേട്ടോ. പക്ഷേ കാട് വഴി ഓടിക്കുന്നത് അത്ര ഈസി അല്ല. അവിടെ look at this view. ഇതാ ഡാമിൻ്റെ വെള്ളമാണ്. Again tea estates. മൂന്നാറിലെ ഗ്യാപ്പ് റോഡൊക്കെ പോയൊരു ഫീലുണ്ട്. വാൽപ്പാറ ഇപ്പം നല്ല തണുത്ത് കിടക്കുമായിരിക്കും. മാറ്റാനുള്ള സമയമല്ല. വാൽപ്പാറ ഞങ്ങളങ്ങനെ ഡെഡിക്കേറ്റഡായിട്ട് ഈ റൂട്ടിൽ കൂടെ കയറി ഇറങ്ങി പൊള്ളാച്ചിക്ക് പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ വാൽപ്പാറ സ്റ്റേ ചെയ്യേണ്ടി വരുമല്ലോ.
ആ അവസ്ഥയിലായി. ഓ, ഈ ബ്യൂട്ടി കണ്ടിട്ട് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഭയങ്കര സീനിക്കാണ് പോയി. It's a different experience. We never expected Valparai to be this scenic. തണുപ്പുണ്ട്, ഒരു ക്ലൈമറ്റ് വേറെ രീതിയിലായി. നമ്മൾ ഇത്രയും നേരം ചൂടിലായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. വണ്ടി ഒന്നുമില്ല, വളച്ചെടുക്കാം. ഒന്നുകൂടെ വന്നേ പറ്റുള്ളൂ. ഓടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളി. യു ആർ ഓൺ ദ ഫാസ്റ്റസ്റ്റ് റൂട്ട്. Wow. രാത്രിയിൽ ഇതെടുത്ത ഫുട്ബോൾ. വാവ്, എന്നാ ലൊക്കേഷനാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ബോറടിക്കില്ലായിരിക്കും, ചിലപ്പോൾ അടിക്കായിരിക്കും. നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്ത് അധികം ദിവസം നിന്ന് കഴിഞ്ഞാൽ ബോറടിക്കും. പക്ഷെങ്കിൽ വല്ലപ്പോഴും വരുവാണെങ്കിൽ അടിപൊളിയാണ്. ദ ലൊക്കേഷൻ ഈസ് സൂപ്പർ. വലിച്ച ട്വേസ്റ്റ്. വി ആർ ക്ലൈംബിങ് അപ്പ്. നമ്മൾ ഒന്ന് കയറ്റം ഇറങ്ങി പിന്നെ എന്താ കയറ്റം കയറുക. ഇവിടുത്തെ ഇപ്പം നല്ല തണുപ്പുണ്ട് ഗൈസ്. ബട്ട് ലൊക്കേഷൻ അടിപൊളിയാട്ടോ, ഒന്നും പറയില്ല. ഔട്ട് ഓഫ് വേൾഡ്. എല്ലായിടത്തും നിർത്തിയിട്ട് എടുക്കാനുണ്ട്, പക്ഷെ എനർജിയും ടൈമും ഇല്ല. അതാണ് പ്രശ്നം. എല്ലായിടത്തും നിർത്തിയിട്ട് എടുക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ ഒന്നും ഒരു ഡിവൈസിനകത്തും ചാർജ്. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണേ. ഇപ്പം കയറ്റം കയറി തുടങ്ങി. ടുഡേ വിൽ ബി സ്റ്റേയിങ് അറ്റ് വാൽപ്പാറ. നമ്മളിന്ന് വാൽപ്പാറയിൽ മിക്കവാറും റൂം കിട്ടുവാണെങ്കിൽ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യും, ഇല്ലെങ്കിൽ നേരെ പൊള്ളാച്ചി എത്തണമെങ്കിൽ പിന്നെ ഇവിടുന്ന് പിന്നെ 1.5 hour മേളിലുണ്ട്. ഹാൻഡ് പിക്ഡ്. ഓ, ടാറ്റ കോഫി. എന്തായോ ഞാൻ കട്ട് ചെയ്യും. എണ്ണ അതോ വീട് എടാ, കുരങ്ങൻ വീണടാ. അതാ. ഏയ് മോനെ, പ്ലാസ്റ്റിക് തിന്നുന്നുണ്ട്.
മരം ചാടിയോ? എന്ത് കഴിവാ നിനക്ക് വേണ്ടേ? മരത്തിൽ കയറാനോ? അതെന്താ ഇപ്പം കയറാൻ പറ്റില്ല നിനക്ക്? ഇതുവഴി കയറി വരുന്ന ബാംഗ്ലൂരിൽ നിന്ന് കയറി വരുന്ന എനിക്കറിയില്ല. എന്നുവെച്ചാൽ പൊള്ളാച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന റൂട്ട് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ കേരളത്തിൽ കൂടെ ആതിരപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ അടിപൊളിയാണ്, ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി വന്നു. പക്ഷെ നമ്മളങ്ങനെ ആനേനെ ഒന്നും ഇന്ന് സ്പോട്ട് ചെയ്തില്ല ആ റൂട്ടിൽ. നമ്മൾ ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ സ്പോട്ട് ചെയ്തത്. മേജർലി ഏതോ ഒരു താഴെ ഏതോ ഒരു സ്പോട്ടിങ് ഉണ്ടെന്ന് കണ്ടു. ഒത്തിരി പേര് വണ്ടിയൊക്കെ നിർത്തി നോക്കും, നമ്മൾ കണ്ടില്ല. അതിനങ്ങനെയാണല്ലോ. പിന്നെ റോഡിലൊക്കെ അങ്ങനെ ഇറങ്ങി നിൽക്കുകയൊന്നും വേണ്ട, നല്ല ഡേഞ്ചറാണ്. ആതിരപ്പള്ളിയിൽ നിന്ന് വരുമ്പോൾ അതാകുമ്പോൾ നിങ്ങൾ ഇതുകൂടെ വന്ന് വാൽപ്പാറ കണക്ട് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. ഇത് ഇവിടെ ഇങ്ങനെ തന്നെ. ഇനി ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ലൊക്കേഷനൊന്നും എടുത്തിട്ടില്ല, അവിടെ പോയി നോക്കും. അവിടെ സെറ്റായില്ലെങ്കിൽ നേരെ പൊള്ളാച്ചിക്ക് വിടും. രാത്രിയിലാണെങ്കിൽ വീഡിയോ ഇനി അടുത്ത പ്രാവശ്യം എടുക്കാൻ വരാം. ഭയങ്കര ഇഷ്ടമാട്ടോ ഈ വണ്ടി, നല്ല രസമാണ്. അമേരിക്കൻ, ഇറ്റ്സ് ലൈക്ക് എ പ്രോപ്പർ XUV. ഓഫ് റോഡ് പറ്റില്ല, അല്ലാതെ 4x4 ഒക്കെ ഉണ്ടെങ്കിൽ വലിച്ച് കയറിക്കോളും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ S വേരിയൻറ്റിന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കോസ്റ്റിംഗ് ഭയങ്കര വെച്ചേക്കുന്നവർ. ആ റേറ്റിന് ഹൈലക്സ് കിട്ടും. Again we are spotting tea estate. My God, നിങ്ങൾ വാൽപ്പാറ വന്നു കേട്ടോ, ഒന്നും നോക്കണ്ട, അടിപൊളി ലൊക്കേഷനാണ്. ചുമ്മാ വന്നാലും മതി, ഒറ്റ ദിവസത്തെ റൈഡിന് വന്നാലും അടിപൊളി. This is like the most scenic route which is ever driven. Wow. Go slow, go slow, go slow, go slow. ഞാൻ ചർച്ചിരിക്കുന്ന ലൊക്കേഷൻ നോക്കിക്കേ, അടിപൊളി. അവിടെ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ this is the most beautiful thing. ആ ചർച്ച് എന്ത് അടിപൊളി ലൊക്കേഷനിലായിരിക്കുന്നത്. ആൾക്കാർ ഇങ്ങോട്ടാണ്, കരിമുടി. ഓക്കെ, വാവ്, ഇതെന്താ ഇതിൻ്റെ മണ്ടയ്ക്ക് പ്ലാസ്റ്റിക്? അവരെന്തോ ഹാർവെസ്റ്റിംഗ് സീസൺ ആണോ? ലുക്കാണ് അതിൻ്റെ മോന്. വാൽപ്പാറ സൂപ്പർ. നിങ്ങൾ അത്രയും ടയർഡായിട്ട്, പക്ഷേ ആതിരപ്പള്ളിയിൽ നിന്ന് ഓടിച്ചു വരുമ്പോൾ നല്ല ടയർഡാവും കേട്ടോ. അത് നമ്മൾ അങ്ങ് പത്തനംതിട്ടയിൽ നിന്ന് തന്നെ വരുന്നതാണ്, അതുകൊണ്ടാണ് ഇത്രയും ടയർഡ്നെസ് തോന്നുന്നത്. ഓടിച്ചോടിച്ചുള്ള ഉപ്പാട് വന്നു. രാവിലെയൊക്കെ നല്ല എനർജിയാണ്. രാവിലെയൊക്കെ ഇവിടെ വന്ന് ആ ഫുൾ പൊട്ടൻഷ്യൽ എനർജിയിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഹാപ്പിനെസ് കിട്ടും. പക്ഷേ വേറൊരു രീതിയുണ്ട്, ഇപ്പോഴും ആ ഒരു ലെവൽ ഹാപ്പിനെസ് ഉണ്ട്. കാരണം നമ്മൾ അത്രയും ഇതിലൂടെ എല്ലാം ഓടിച്ചു വന്നിട്ട് ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടുമ്പോൾ ഇപ്പോഴാണ് ക്യാമറ ഓണാക്കാൻ തോന്നിയത്. അവിടെ വെച്ചൊന്നും ക്യാമറ ഓണാക്കാൻ പോലും തോന്നത്തില്ല, അത്രയ്ക്ക് ചൂടാണ്. ഗായ്സ്, അപ്പം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, യു നോ ദ ഡ്രിൽ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. വീഡിയോ റെഗുലറായിട്ട് ഇടുന്നതായിരിക്കും.